വാർത്തകൾ വായിക്കുന്നത് അല്ലെങ്കിൽ വേണ്ട പിന്നെ പറയാം. കഴിഞ്ഞ കുറച്ച് കൊല്ലങ്ങളായി ഗൂഗിൾ പ്ലസ് ലോകത്തിൽ സ്നേഹം വിളമ്പുന്ന പരിപാടിയാണ് ഈ ആലുകുലത്ത്. ഈ കൊല്ലവും സീക്രട്ട് സാന്ത പരിപാടിക്ക് തിരശ്ശീല പൊങ്ങി. ഇനി ആരെങ്കിലും ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യാനുണ്ടെങ്കിൽ ഗോപുരത്തിന് വടക്കുവശത്തുള്ള പോസ്റ്റിൽ കയറി ഗൂഗിൾ ഡ്രൈവിലേക്ക് ഡൈവ് ചെയ്ത് മാമാങ്കത്തിൽ ചേരേണ്ടതാണ്. കേട്ടല്ലോ, മറക്കല്ലേ. പഞ്ചാരപ്പെട്ടിയും കൊണ്ട് ജനറൽ ചാത്തൻ പതിവ് പോലെ ഇറങ്ങിയിട്ടുണ്ട്. പഞ്ചാരപ്പെട്ടിയിൽ കൈയിടുന്ന ചാത്തൻ തൻ്റെ കൈ നക്കുമോ അതോ സ്പൂൺ വെച്ച് വടിച്ച് പഞ്ചാര കോരി തിന്നുമോ എന്നറിയാൻ ഗൂഗിൾ പ്ലസ് ലോകം ആകാംക്ഷയോടെ കാത്തിരിക്കുന്നു. അമർ ചിത്രകഥ മുതൽ ഓക്സ്ഫോർഡ് ഡിക്ഷണറി വരെ വിഷ് ലിസ്റ്റിലിട്ട് തൃശ്ശൂരിൽ നിന്ന് ഫെമിന, 2 വീലുള്ള പാട്ടവണ്ടിക്ക് വേണ്ടി ഒറ്റക്കാലിൽ തപസ് ചെയ്യുന്ന മൂലം തിരുനാൾ അൽ ലഡുക്കുട്ടൻ തുടങ്ങിയവർ സ്വപ്നങ്ങൾ നെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. ബാംഗ്ലൂർ വനാന്തരങ്ങളിലെ ആൻറ്റി പോച്ചിങ് ക്യാമ്പിലേക്ക് ഗിഫ്റ്റ് ഡെലിവറി ഉണ്ടാവുമോ എന്ന് ചോദിച്ചുകൊണ്ട് സുധീഷ് രാജശേഖരൻ വ്യത്യസ്തനായി. സാന്തയുടെ റെയിൻഡിയറിനെ നോക്കി സുധീഷ് വെള്ളം ഇറക്കിയത് കണ്ട് സാന്തയെ കുടഞ്ഞു കളഞ്ഞ് റെയിൻഡിയർ ഓടിയത് സുധീഷ് നിഷേധിച്ചു. ഓല ക്യാബ് വിളിച്ചാണ് സാന്ത തിരിച്ചുപോയതെന്നും ചില മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. സാന്ത പരിപാടി കുത്തകകളെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി മാത്രമുള്ള ഉഡായിപ്പാണ്. ജനം ഇതിന് തിരിഞ്ഞു നിൽക്കണമെന്ന് സുപ്രസിദ്ധ ഇടതുപക്ഷ ബുദ്ധിജീവി ശാശ്വത് ജോഹനാസ്ബർഗിൽ നിന്ന് അറിയിച്ചു. ഈ തിരിച്ചറിവിന്റെ വെളിച്ചത്തിൽ ഇത്തവണ താൻ സാധു ബീഡി മാത്രമേ ഗിഫ്റ്റായി കൊടുക്കൂ എന്ന് രാജേഷ് കുന്നോത്ത് അറിയിച്ചിട്ടുണ്ട്. പക്ഷെ തന്നെ ഫ്രണ്ടായി കിട്ടിയാൽ ബീഡിയും കൊണ്ട് വന്ന പച്ച വെള്ളം പോലും തരില്ല എന്ന് പ്രിയ രാജേഷ് അറിയിച്ചത് വൻ തിരിച്ചടിയായി. സാന്ത പരിപാടിയിൽ നിന്ന് പ്രചോദനം കൊണ്ട് പെട്ടെന്ന് മുട്ടിട്ട കവിതയുമായി കമ്മ്യൂണിറ്റി പേജിന്റെ ഐശ്വര്യമായി പൂത്തുലഞ്ഞു നിൽക്കുന്ന അനാമിക ഏവർക്കും വിസ്മയമായി. ഈ പച്ചപ്പും ജഗജഗ മേളവും കണ്ടിട്ട് മതിമറന്ന് സന്തോഷിക്കുന്നവർക്ക് മധ്യ കേരളത്തിലെ പ്ലസറുടെ പോലെ ഉണങ്ങി വരണ്ടു പോകുന്ന ക്ലൈമാക്സ് ആയിരിക്കുമെന്നും മുന്നറിയിപ്പ് നൽകുന്നുണ്ട് കവിത. കഴിഞ്ഞ കൊല്ലം കൈപ്പേറിയ അനുഭവങ്ങൾ നേരിടേണ്ടി വന്ന രഞ്ജിത്ത് വക്കീലും നിലവിൽ വക്കീലല്ലാത്ത സീനയും ഇക്കുറിയെങ്കിലും തലയ്ക്ക് ഓളമില്ലാത്ത സാന്തകളെ കിട്ടാൻ വേണ്ടി സംഘാടകരെ സോപ്പിട്ട് സാന്ത ഫിക്സിംഗ് നടത്താനുള്ള ഗൂഢശ്രമങ്ങൾക്ക് കരുനീക്കുന്നതായി ഉറപ്പില്ലാത്തതും എന്നാൽ ചെറിയ ഉറപ്പുള്ളതുമായ റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. എനിക്ക് ഗിഫ്റ്റ് തരുന്നവരാണോ ഞാൻ ഗിഫ്റ്റ് കൊടുക്കുന്നവരാണോ ശാന്ത എന്ന താത്വിക ചിന്തയുമായി സുപ്രസിദ്ധ പിന്നണി ഗായിക രേണു കൊച്ചിയിൽ പത്രസമ്മേളനം വിളിക്കുന്നുണ്ട്. പിന്നെ പഞ്ചാരപ്പെട്ടിക്ക് കത്തയക്കുന്നവർ എഴുത്തയക്കേണ്ട വിലാസം മറക്കല്ലേ. generalchatan@gmail.com. സബ്ജക്റ്റിൽ ഷുഗർ ബോക്സ് പ്ലസ് ബഡിയുടെ നെയിമും കൂടെ വയ്ക്കണം. പിന്നെ ഒരു കാര്യം, ഒരെഫേർട്ടും എടുക്കാതെ 2 വരികൾ മാത്രം എഴുതി അതിനെ എഴുത്തെന്ന് പറഞ്ഞ് അയച്ച അവരോട് ജനറൽ ചാത്തൻ വക എന്തുകൊണ്ട് കമ്മ്യൂണിസത്തിൽ പുരട്ടാൻ കിസാൻ ജാം ആണോ ടൊമാറ്റോ കെച്ചപ്പ് ആണോ നല്ലത് എന്ന വിഷയത്തിൽ 10 മണിക്കൂർ പ്രഭാഷണം ഉണ്ടായിരിക്കുന്നതാവും എന്ന് മുന്നറിയിപ്പുണ്ട്. അത് ഓർത്തേക്കണേ. ഈ വാർത്ത ഇത്രയും നേരം കേട്ടുകൊണ്ടിരുന്ന നിങ്ങളെ സമ്മതിച്ചിരിക്കുന്നു. നിങ്ങൾക്കൊന്നും വേറെ പണിയില്ലേ? ബൈ ദ ബൈ, ഈ ചാനലിൽ അടുത്തു തന്നെ യാത്രാ വിവരണങ്ങളും ഇന്റർവ്യൂകളും ഡാൻസ് നൃത്ത കലാപരിപാടികളുമായി ഉടനെ തന്നെ കൂടുതൽ എപ്പിസോഡുകൾ വരുന്നതായിരിക്കും. എല്ലാവരും കണ്ണും തുറന്ന് ചെവിയും തുറന്ന്